കൂട്ടുകാരെ, നമ്മൾ ഹുൽമു വലത് എന്ന് പറയുന്ന ഹിക്കായ നമ്മൾ അതിൻ്റെ പകുതി ഭാഗം വരെ വായിച്ചു. ഇന്തസറൽ ലലാം വരെ നമ്മൾ വായിച്ചു. അതിനുശേഷമുള്ള ഭാഗം ആദ്യം ഒന്ന് വായിക്കാം. അതിനുശേഷം അതിൻ്റെ ആശയം, പിന്നീട് ചില പ്രത്യേക വാക്കുകളുടെ ആശയം. എല്ലാവരും ശ്രദ്ധയോടെ നോക്കിയിരിക്കുക. ലാ തഖഫ് അൽ ആൻ യസീറുൽ ഖിതാർ ഫിൻ നഫഖ് വമാ കാന ഇല്ലാ ദഖായിക خرج القطار من النفق مضى يومان كانت الرحلة ممتعة ما شعرت تعبا. قال الأب بعد قليل ننزل في آجرا. كنت أنتظر هذه اللحظات الحلوة. دخلنا ساحة تاج محل. ما أروع البناء. تجولنا حوله فجلسنا في الحديقة فشعرت باللمس. صحوت ഫഅറഫ്തു അന്ന ഹാദാ ഹുൽം. ഇതാണ് ആ ഹിക്കായ ബാക്കി നമ്മൾ വായിച്ചത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ലാ തഖഫ് അൽ ആൻ യസീറുൽ ഖിതാർ ഫിൻ നഫഖ്. ലാ തഖഫ്, പേടിക്കണ്ട മോനെ, നീ പേടിക്കണ്ട. അൽ ആൻ, ഇപ്പോൾ. യസീറുൽ ഖിതാർ ഫിൻ നഫഖ്, തീവണ്ടി ഒരു തുരങ്കത്തിലേക്ക് കയറിയതാണ്. അപ്പോൾ അവിടെ ട്രെയിനകത്ത് മൊത്തം ഇരുട്ട് വ്യാപിച്ചു നമ്മൾ വായിച്ചല്ലോ. അപ്പം അത് കണ്ട് എൻ്റെ മുഖഭാവം കണ്ട് വാപ്പ, എൻ്റെ ആപ്പ് എന്നോട് പറഞ്ഞതാണ് ലാ തഖഫ് അൽ ആൻ യസീറുൽ ഖിതാർ ഫിൻ നഫഖ്. ട്രെയിന് തുരങ്കത്തിൽ കയറിയതാണ്, പേടിക്കണ്ട. വമാക്കാന ഇല്ലാ ദഖായിക, അത് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഖറജൽ ഖിതാർ മിനൻ നഫഖ്, ട്രെയിന് തുരങ്കത്തിൽ നിന്ന് പുറത്തു കടന്നു. മലാ യൗമാനി, 2 ദിവസം കഴിഞ്ഞു. കാനത്ത് അരിഹില മുംത്യ, യാത്ര മുംത്യ ആയിരുന്നു, വളരെ അനുഭൂതിയുള്ള, വളരെ രസകരമായതായിരുന്നു യാത്ര. മാ ശഅർതു തഅബൻ, ഞാനൊരു ക്ഷീണവും അറിഞ്ഞില്ല. ഖാലൽ അബ്, വാപ്പ പറഞ്ഞു. ബഅദ ഖലീൽ, അല്പസമയം കഴിഞ്ഞ്. നൻസിലു ഫി ആഗ്ര, നമ്മൾ ആഗ്രയിൽ എത്തിച്ചേരും. കുന്തു അന്തദിറു ഹാദിഹിൽ ലഹ്ദാത്തിൽ ഹുൽവ, ഞാൻ ആ മധുര നിമിഷങ്ങൾ പ്രതീക്ഷിച്ചിങ്ങനെ ഇരുന്നു. കുന്തു അന്തദിറു, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഹാദിഹിൽ ലഹ്ദാത്തിൽ ഹുൽവ, ആ മധുര ഉള്ള നിമിഷങ്ങൾ, ലഹ്ദാത്ത് നിമിഷങ്ങൾ പ്രതീക്ഷിച്ച് ഞാനിരുന്നു. ദഖൽന സാഹത്ത താജ്മഹൽ, ഞങ്ങളങ്ങനെ താജ്മഹലിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിച്ചു. മാ അർവാൽ ബിനാ, എത്ര മനോഹരമായ കെട്ടിടം. തജവൽന ഹൗല, ഞങ്ങളതിൻ്റെ ചുറ്റുമിങ്ങനെ ചുറ്റി നടന്നു. ഫജലസ്ന ഫിൽ ഹദീഖ, അതിനുശേഷം അവിടെയുള്ള ഹദീഖ ഗാർഡനിൽ ഞങ്ങൾ ഇരുന്നു. ഫശഅർതു ബിലംസ്, പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. സഹൗത്തു, ഞാൻ ഉണർന്നു. ഫഅറഫ്തു അന്ന ഹാദാ ഹുൽം, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. എന്താ അപ്പോൾ ഹുൽമു വലതെന്നല്ലേ നമ്മൾ ഹെഡിങ് തുടക്കത്തിൽ വായിച്ചത്, ഒരു കുട്ടിയുടെ സ്വപ്നം. അപ്പോൾ ഇത് ആ കുട്ടി സ്വപ്നം കാണുകയായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഹിക്കായ, നമ്മളിപ്പോൾ ബാക്കി വായിച്ച ഹിക്കായയിൽ ചില പ്രത്യേക വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അൽ ആൻ, അൽ ആൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. പിന്നെ നഫഖ് എന്ന വാക്കുണ്ട്, അത് തുരങ്കം എന്നാണ് അതിൻ്റെ അർത്ഥം. നഫഖ്, തുരങ്കം. പിന്നെ വമാക്കാന ഇല്ല ദഖായിക്ക എന്ന് വായിച്ചല്ലോ. ദഖീക്ക എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് ദഖായിക്ക. ദഖീക്ക എന്ന് പറഞ്ഞാൽ മിനിറ്റ്, നിമിഷം. ദഖായിക്ക, മിനിറ്റുകൾ. പിന്നെ മദ യൗമാനി എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞു. മദ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കടന്നു എന്നാണ് മദ എന്ന വാക്കിൻ്റെ അർത്ഥം. യൗമാനി, 2 ദിവസം. പിന്നെ റിഹ്ല, നിങ്ങൾക്കറിയാമല്ലോ, ടൂർ, യാത്ര. മുംതിയ എന്ന് പറഞ്ഞാൽ അത് ആസ്വാദ്യകരമായിരുന്നു യാത്ര. എന്ന് പറഞ്ഞാൽ യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. മാ ശഅർതു തഅബൻ, ശഅർതു, ഷാറ എന്ന് പറഞ്ഞാൽ എന്താ, അറിയുക, തൊട്ടറിയുക. അതാണ് ഷാറ എന്ന വാക്കിൻ്റെ അർത്ഥം. മാ ശഅർതു തഅബൻ, ഞാനൊരു ക്ഷീണവും അറിഞ്ഞില്ല. പിന്നെ ഉള്ള വാക്കെന്ന് പറയുന്നത് ലഹ്ളയാണ് കേട്ടോ. കുന്തു അന്തദറു ഹാദിഹിൽ ലഹ്ലാത്തുൽ ഹുൽവ,
ഞാൻ ഈ മധുര നിമിഷങ്ങളെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ്. ലഹ്ല എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് ലഹ്ലാത്ത്. ലഹ്ല എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, ഹുൽവ എന്ന് പറഞ്ഞാൽ മധുരമുള്ള. പിന്നെ സാഹത്ത്, ദഹൽന സാഹത്ത് താജ്മഹൽ എന്ന് പറഞ്ഞില്ലേ, താജ്മഹലിൻ്റെ മുറ്റത്ത് നമ്മൾ പ്രവേശിച്ചു. കോർട്ടിയാട്, മുറ്റം, സാഹ മുറ്റം. സാഹത്തുൽ ബഹർ എന്ന് പറഞ്ഞാൽ നദീതടം, നദീതീരം എന്ന് പറയും. അപ്പോൾ ഇവിടെ മുറ്റം എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ മാ അർബ അൽ ബിനാഹ്, മാ അർബ അൽ ബിനാഹ് ഉണ്ട്. അർബ എന്ന വാക്ക് മുമ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് ഒരു പദ്യം പഠിച്ചില്ലേ, മാ അർബ അൽ അസ്ഹാർ അല്ലേ, പൂക്കളത്ര മനോഹരം. അപ്പോൾ ഇവിടെ മനോഹരം, ആകർഷണീയം എന്ന അർത്ഥത്തിനാണ് അർബ ഉപയോഗിച്ചിരിക്കുന്നത്. ബിന എന്ന് പറഞ്ഞാൽ ബിൽഡിങ്, കെട്ടിടം. പിന്നെ തജവ്വൽന, തജവ്വല എന്ന് പറഞ്ഞാൽ ചുറ്റി നടക്കുക, അങ്ങനെ കറങ്ങി നടക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് തജവ്വല. തജവ്വൽന ഞങ്ങൾ ചുറ്റി നടന്നു. ഹൗലഹു അതിൻ്റെ ചുറ്റും. പിന്നെ ഹദീക്ക എന്ന് പറഞ്ഞാൽ ഗാർഡൻ, പൂന്തോട്ടം. പിന്നെ ലംസ് എന്ന് പറഞ്ഞാൽ തൊട്ടറിയുക, നമ്മളാരെങ്കിലും സ്പർശിക്കുമ്പോൾ നമ്മൾ അറിയുന്നതിനാണ് തൊട്ടറിയുക എന്നാണ്. അതാണ് ശാർത്തു ബി ലംസ്, അതിൻ്റെ മൊത്തത്തിലർത്ഥം തൊട്ടറിഞ്ഞു. പിന്നെ അറഫ അറിഞ്ഞു, അറഫ്തു അറിഞ്ഞു അല്ലോ. ബാക്കിയുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഏകദേശം പരിചയമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം.